അതിന് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത് ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴിയാണ്. എല്ലാത്തിൻ്റെയും ഒരു നോഹോ. ഈ ഭൂമി, ഇപ്പോൾ ഭൂമി അണു ഒരു ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ സൗരയൂഥം മുഴുവനും എത്രയോ സൗരയൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പിടിയുമില്ല. നമുക്ക് ആ പടം ഒരു സൂര്യനെ, ഒരു ചന്ദ്രനെയും 10-12 ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്തുള്ളത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാനുണ്ട്. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അതിൻ്റെ പ്ലാൻ, കോസ്മിക് പ്ലാനുണ്ട് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം, കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച് 23 ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ എന്താ കാര്യം? ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിതുവരെ നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേറെ ഒരു ലെവലാണ്. മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നറുമണമെന്ന് പറയും. പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മത് നമ്മൾ കഴിക്കണമെന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന്, ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റിവിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ G20 നമ്മൾ സിൽക്ക് റൂട്ടിന് ഒരു യൂറോപ്യൻ, ചൈനീസ്, പാകിസ്ഥാൻ ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ, സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇടനാഴി, സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ട് വരികയാണ്. എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഒപ്പുവെക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നു. ഇത് വലിയൊരു വിജയമായിട്ട് മാറും. അതായത് ഈസി ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണ വിൽക്കാം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണത്? കച്ചവടം നടക്കണം. ഇവിടെ ഇല്ലാത്ത വാസ്കോ ഡി ഗാമ എവിടെ നിന്നെല്ലാമാണ് കറങ്ങിത്തിരിഞ്ഞ് പോർട്ടുഗലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകണ കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വരുന്ന യാത്രക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് നഷ്ടമായിരിക്കും. കുരുമുളകിന് വന്നതാണ്, ബിസിനസ് നഷ്ടമാകും. അതുകൊണ്ടാണ് സ്യൂസ് കനാൽ ഉണ്ടാക്കിയത്. പക്ഷേ സ്യൂസ് കനാൽ ഉണ്ടാക്കിയാലും യൂറോപ്പിൽ സാധനം എത്തുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ യാത്രാക്കൂലി നഷ്ടം. അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടും. സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടിയാൽ കുറേ ആൾക്കാർ അത് ഉപയോഗിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങൾ, അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ഉണ്ട്. അവർ രൂപകൽപ്പന ചെയ്തിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുരുമുളക് നമ്മൾ അയർലൻഡിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല. പക്ഷേ കുരുമുളക് അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുമോ? അവർ വാങ്ങിക്കത്തില്ല. അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്ന് തരേണ്ടി വരും മതിയായ. അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതും എല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അത് ദൈവത്തിലിരിക്കുന്നതാണ്. അതാണ് ദാനിയേൽ 2:20 പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അപ്പൊ ഈ നാമത്തിന്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് ദൈവത്തിൽ. നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും
പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ് ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി. ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 103 സങ്കീർത്തനം 7 തിരുവചനം. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞ് അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പോൾ പൊതുജനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവവുമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ്? ഇഫക്റ്റ് മാത്രമേ, പ്രവൃത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം, എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി പറയാണ്, എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി, കാസർഗോഡാണ്. അവർ മടുക്കൈ ആ വാർഡിൽ ഇന്ന് 4 പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തതുള്ളെന്ന്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ വാർഡിൽ ഇനി 4 കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ കാസർഗോഡ്. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് വരണത്? ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാർ കാണും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവിനെ തിരക്കി ജനങ്ങൾ വരണത്. മനസ്സിലായി? അതാണ് വിഷയം. അതായത് നിങ്ങൾക്കറിയാമോ, ഈ കാസർഗോഡ് ചവിട്ടുനാടൻ കളിക്കാൻ വേണ്ടി നമ്മുടെ കൃപാസനത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പണ്ട്. അവിടെ നിലത്തിളങ്ങാൻ സംഭവിച്ചില്ല അവിടെയൊന്നും. കാര്യം ക്രിസ്തുവിൻ്റെ വേഷം വിട്ട് ശ്യാമ കരോളിനെ ക്രിസ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ കല്ലെറിയാൻ തുടങ്ങി. എന്നിട്ട് കളിക്കാതെ പോകുന്നു അവിടുന്ന്. നമ്മുടെ ഒരു സാംസ്കാരിക വിങ്ങാണല്ലോ അവരെല്ലാം. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുമലയിലായിരുന്നു കളിയുണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ ഒരു സ്ഥലത്ത് സുവിശേഷം എത്ര ശക്തമായ രീതിയിലാണ് ജനങ്ങൾ അനുഭവിച്ച് വരേണ്ടത്. 2 കാലാവസ്ഥ ഞാൻ കണ്ടതാണ്, 2 കാലാവസ്ഥകളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ അത് കാണും. അവരെങ്ങനെ ചത്തും കെട്ടും കിടന്ന പാർട്ടിയാണ് ഇപ്പോൾ വലിയ പ്രഭയിലാണ് അവർ ജീവിച്ച് വരണത്. അപ്പോൾ അതെന്താണെന്ന് അവർ അന്വേഷിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളും കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ. വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:16. മത്തായി 5:16 പറഞ്ഞ്. മത്തായി 5:16. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ്. ഇപ്പൊ മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഒരു പോംവഴി എന്താണ്? ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് ഉടമ്പടി നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്കുക. അപ്പോൾ മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും. ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. അത് തിരിച്ച് മഹത്വപ്പെടുത്തും.
അതിനാണ് 17:5 പറയണത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് 17:4, 17:5. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, ഒന്ന് പറഞ്ഞ്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഭൂമിയിൽ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈ ബയലാറ്ററൽ ആക്ഷനാണ്. ശരിക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ, ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വപ്പെടുത്തി യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിൽ വളരുവാൻ. വചനങ്ങളെല്ലാം അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശമാണ്. വചനം എങ്ങനെ ഉണ്ടാണ്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് വചനം ഉണ്ടാകുന്നത്. വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഇതാണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ആദ്യം ദൈവം എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്താ ഉള്ളത്? ജ്ഞാനവും ശക്തിയും. എന്താ നാമത്തിൻ്റെ കണ്ടന്റ്? അതാ നമ്മളെന്താ ചെയ്യണത്? ഈ ജ്ഞാനവും ശക്തിയും നമുക്ക് ലഭിക്കാൻ നമ്മളെന്താ ചെയ്യണത്? ഈ നാമത്തെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പക്ഷെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മോഡൽ പ്രയർ കർത്താവ് തന്നതാണ്. പ്രാർത്ഥനയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എഫിക്കസി ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ പ്രാബല്യത. എങ്ങനെയാണ് ശക്തമായ രീതിയിൽ പ്രാർത്ഥന, ഫലപ്രദമായ പ്രാർത്ഥന? അതിൻ്റെ ന്യൂക്ലിയസ് എന്താണ്? അതിൻ്റെ ബുള്ളറ്റ്. ഇപ്പം നമ്മൾ ഫെയ്ത്ത് കൊണ്ടാണ് ഒരു AK-47. AK-47 ബുള്ളറ്റ് വേണം, അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. AK-47 അതിൻ്റെ കാര്യമില്ല, അത് മെക്കാനിസം അതാണ്, AK-47 ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. അതിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിൽ ഈ ബുള്ളറ്റ് എന്താ? ബുള്ളറ്റ് മഹത്വമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ കണ്ടൻ്റ് വൈസ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന നിങ്ങൾ വാരിക്കെട്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും. നിങ്ങൾ ചിലപ്പോൾ 3000 പ്രാവശ്യം വേണമെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ എന്ത് 3000 നമുക്ക് 30,000 പ്രാവശ്യം വചനം പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാകണം. എന്താണ് ബുള്ളറ്റ് എന്ന് പറയണത്? സ്നേഹം എന്ന് പറയണത്, മഹത്വപ്പെടുന്നത് സ്നേഹത്തിൽ മാത്രമേ മഹത്വം പ്രാവർത്തികമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാനിൽ സ്നേഹത്തെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ല. യോഹന്നാൻ 17:24. ആരാധന 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 അങ്ങേക്ക് ആരാധന. അങ്ങ് മഹത്വം നൽകി. പോയിന്റ് പിടിയിട്ടില്ലേ? വെറുതെ മഹത്വം, യേശുവെ മഹത്വം, യേശുവെ സ്വസ്ത്രം എന്ന് പറഞ്ഞ് സാധനം വർക്കൗട്ട് ചെയ്തില്ല. ഒരു പരിധിവരെ കരിസ്മാറ്റിക് വേൾഡിൽ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർക്ക് അനുഗ്രഹം നഷ്ടപ്പെടാൻ കാര്യം
അവർ യാന്ത്രികമാക്കി എടുത്തുകൊണ്ടാണ് യേശുവെ സ്വോത്രം, യേശുവെ സ്വോത്രം, യേശുവെ നന്ദി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ഓഫ് ലവ് വേണം അതിൻ്റെ അകത്ത്. ഉടമ്പടി അവിടെ വിഷയം. ഉടമ്പടി നിങ്ങളെ കണ്ടൻറ്റ് ഓഫ് ലവ് ഇല്ലാതെ ഈ സാധനം പാസ്സാക്കി തരത്തില്ല. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും പാസ്സാക്കത്തില്ല. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടാകുന്ന നോക്കും, സ്നേഹത്തിൻ്റെ ഘടകം ഉണ്ടാകുന്ന നോക്കും. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ മഹത്വം. അതുകൊണ്ടാണ് ഒന്നിനു വായിച്ച് 17:24 പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ഇനി ഈ മഹത്വം നൽകപ്പെട്ടത് എങ്ങനെയാണ്? സ്നേഹത്താലാണ്. ഇനി തിരിച്ചും ആ സ്നേഹത്താൽ തന്നെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പോലെ തന്നെ ദൈവം തിരിച്ച് നമുക്ക് മഹത്വം തരും. അതാണ് 17:5 പറയണത്. 17:5 വായിച്ചേ. യോഹന്നാൻ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതായത് എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. 12:28 വായിച്ച്. യോഹന്നാൻ 12:28. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:28. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ കാച്ചിക്കുറുക്കി അതിൻ്റെ നക്ഷലിലേക്ക് വരികയാണ്. എന്താണ്? ഒറ്റ വരിയായിട്ട് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. തിരിച്ചതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുക. അവിടെ എൻ്റെ IELTS പാസ്സാക്കണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് വിഷയം വന്നത്. നമ്മൾ വസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അബദ്ധം, നിങ്ങൾ വസ്തു വിറ്റ് തരണേ, മകളെ കല്യാണം നടത്തി തന്നെ, മകൾക്ക് കുഞ്ഞുണ്ടാക്കി തരണേ, വീട് വെക്കാൻ പറ്റണേ എന്ന് നിങ്ങൾ വസ്തുവിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണത്. വസ്തുവിനല്ല പ്രാർത്ഥനയെ ടാർഗറ്റ് ചെയ്യേണ്ടത്, വ്യക്തിയെയാണ്, ദൈവത്തെ. അത് സ്നേഹത്തോടെ കൈയിടിച്ച് കർത്താൻ. ഈ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ. ഈ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും. മനസ്സിലാകാൻ സംഭവിക്കും. ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രവൃത്തികളാൽ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കണത്? ദൈവം പ്രസാദാത്മകനാകും, സംപ്രീതനാകും. അപ്പോൾ സംപ്രീതനായാൽ എന്ത് സംഭവിക്കും? മോസസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംപ്രീതനാണെങ്കിൽ എനിക്ക് അത് അറിയിച്ചു തരണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:13. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. ക്ലിയർ അല്ലേ? അത് എങ്ങോട്ടായി സംഭവം പോണേ? ഇപ്പൊ ദൈവം ആരാണെന്നാ പറഞ്ഞത്? ദാനിയേൽ 2:20. ജ്ഞാനവും ശക്തിയും. ഇപ്പോഴീ ജ്ഞാനവും ശക്തിയും ആകുന്ന ദൈവം സ്ഥിതി ചെയ്യണത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഈ നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റണ എന്താണ്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യണം. അപ്പം മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? അങ്ങനെ സംപ്രീതനാണെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അപ്പൊ നമ്മളെ സംബന്ധിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ജപ്തി നടപടിയാണ് വരണത്, അല്ല നിങ്ങൾക്ക് 40 വയസ്സുണ്ട്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് തന്നെ 14 വർഷമായി, മക്കളില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് സംഭവം, എന്നിൽ സംപ്രീതനാണെങ്കിൽ. പക്ഷേ ആ വാക്കിൻ്റെ അകത്ത് കുറേ ദൈവം സംപ്രീതനാകണം. മനസ്സിലായില്ലേ?
ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ചില ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഇമെയിൽ വരണതും അവർ പരീക്ഷ ചെയ്യിക്കണതും വസ്തു വിൽക്കാനും മേടിക്കാൻ ആൾക്കാർ വരുന്നതും പെട്ടെന്ന് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അതാണ് പ്രശ്നം. ദൈവത്തിനറിയാം. കാര്യം നിങ്ങളൊരു മനുഷ്യനോടല്ല ഇടപെടണത്. നിങ്ങളെ ഉടമ്പടി കൊണ്ടുവന്ന് എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് വൃത്തിമേനമായിട്ട് ചെയ്ത് തീർക്കും. ഭക്തിയോടെയും വിശ്വാസത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഉടമ്പടി തിരികൊണ്ടുപോയി വല്ല രൂപപ്പലകയിലും വെച്ചേക്കാം, എന്നിട്ട് സമയം കിട്ടുമ്പോൾ പോകാം, മകളെ പ്രസവം കഴിഞ്ഞ് പോട്ടെ, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുളിച്ച് എഴുന്നേറ്റ് അവൾ പോയി കഴിഞ്ഞ് സമാധാനത്തിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മകൾ പോകാൻ കാത്തിരിക്കണോട് ദൈവത്തെ സ്നേഹിക്കാൻ കാത്തിരുന്നാൽ അതായത് അങ്ങനെയാണ് പ്രശ്നം. പിന്നെ വിവരമില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് അനുഗ്രഹം താമസിക്കുന്നത്. ഒരു കാര്യവും നീട്ടിവെക്കരുത്. അത് ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒന്നും തടസ്സമാകരുത്. അത് ഇന്നാണ് തുടങ്ങാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിലെ വിരുന്നുകാർ ഒഴിയട്ടെ, ഇങ്ങനെ ഒരു ഉടായ്പകളും ഒഴിവ് കഴിവുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയരുത്. മറിച്ച് നീയും നിൻ്റെ ദൈവവും ബാക്കിയെല്ലാം കഴിഞ്ഞു പോണ കാര്യങ്ങളാണ്. അത്ര പൊന്നാണ് ചക്കരയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. എല്ലാവരും പോകും, ആരും പോകാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ദൈവികമായ കാര്യത്തിന് ഒരു സെക്കൻഡ് പ്ലേസ് കൊടുക്കരുത്. കൊടുത്താൽ അയാൾക്ക് ഈ വിഷയത്തിൽ എൻട്രൻസ് ഇല്ല. എന്താ കാര്യം? ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:13 എന്താ പറയുന്നത്? അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിച്ചു തരണമേ. ഇപ്പൊ മോസസില് ദൈവം സംപ്രീതനായോ ഇല്ലയോ? കാര്യം എന്താ കഴിഞ്ഞാൽ അത് വ്യക്തമാണല്ലോ, സംപ്രീതനായെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ല സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ 33 സങ്കീർത്തനം 103:7 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ സങ്കീർത്തനം 103:7 എന്നാ പറയണത്? അവിടുന്ന് തന്റെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി? മോസസ്. ഇതാണ് സങ്കീർത്തനോട് പണ്ട് മോസസ് ചോദിച്ചത്. എന്താണ്? പുറപ്പാട് 33:13 അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം കാണിച്ചു കൊടുത്തു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് 103:7. എന്താണ്? അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി. ഒരു കാര്യം ഓർക്കുക, മോസസിന് എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? മോസസ് ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി ജീവിതത്തിൽ അനുവർത്തിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക്കായിട്ട് വേണ്ടത് സ്നേഹമാണ്. നമുക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? പിശാചിന് വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ ദൈവത്തോട് സ്നേഹമില്ല. മനസ്സിലായില്ല? അതാണ് വിഷയം. പിശാചും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇപ്പോൾ യാക്കോബ് 2:19 പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ദൈവത്തെ വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് പിശാചിൻ്റെ വിശ്വാസം വർക്കൗട്ട് ചെയ്യാത്തത്? ദൈവത്തോട് പിശാചിന് സ്നേഹമില്ല. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അപ്പോൾ ദൈവസ്നേഹമാണ് ഇതിൻ്റെ വിഷയം. ഈ ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 യോഹന്നാന്റെ സുവിശേഷം, അങ്ങേ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇപ്പോൾ മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളിൽ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്താലും ദൈവം മഹത്വപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യണം ദൈവത്തിൻ്റെ പേരിലാണേ, പക്ഷെ ദൈവം മഹത്വപ്പെടത്തില്ല.
അതുകൊണ്ടാണ് സങ്കീർത്തനം 48 വായിച്ചോളൂ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം, എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. വായിച്ചോളൂ, മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ 46 സങ്കീർത്തനം 46 മുതൽ തിരുവചനങ്ങൾ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്, എന്റെ സന്തോഷം, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഊര് തെണ്ടാൻ പോകുമായിരുന്നു. ഈ അരി തന്നിട്ട് അമ്മ അരി തരും, ഒരു ലേസൊക്കെ ഇട്ടിട്ട് അതിന്മേൽ 21 ഇറുക്കലെടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ പോയി നമ്മൾ നേർച്ച തെണ്ടും. ഇപ്പം മനക്കോടത്ത്, ഞങ്ങളുടെ പൊറോണപ്പള്ളി മനക്കോട് വരുന്നത്, അവിടെ കൊണ്ടുപോയി 60 രൂപയുടെ പെരുന്നാളിനെ കൊടുക്കും. ഞാൻ അപ്പനും കൂടി ചെറിയ കൂടി നടന്നു പോകണം, കുറേ ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അത് ചെയ്യും. പക്ഷെ അന്നിത് ചെയ്യണത് ഒരു നേർച്ചയായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇന്നാണ് ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ദൈവസ്നേഹത്തോടെ ചെയ്യും. കാര്യം അത് ഇന്ന് നമുക്കതിൻ്റെ നോഹൗ അറിയാം. പണ്ടതിൻ്റെ ജ്ഞാനസൂത്രം അറിയത്തില്ല. നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് വേണേൽ ഓരോ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഉരുള് നേർച്ചയുള്ള പള്ളിയുണ്ട്, ആയിട്ട് നിരങ്ങിപ്പോണ പള്ളിയുണ്ട്, നേർച്ചയായിട്ട് ആൾക്കാർ. വിവരം ബുദ്ധിയില്ലാത്തവൻ അത് കാണുമ്പോൾ കളിയാക്കും. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യണത്? അവൻ്റെ അനുഭവം ഒരിക്കലും കളിയാക്കുന്നവൻ ഈ ജന്മം, ഒരു 100 ജന്മം ഈ ഭൂമി ജീവിച്ചാൽ അവൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവൻ എളിമപ്പെട്ട് ഉടുപ്പ് വരെ ഉരിഞ്ഞ് തോർത്ത് മാത്രം കെട്ടിയിട്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഉരുളുകയും എന്താ അവൻ എളിമപ്പെടുകയാണ്. അവൻ്റെ എല്ലാം അവൻ എല്ലാം ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ ഒന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടും വാച്ചും മാലയും അവൻ്റെ അഭിമാനവും അവൻ്റെ ഔന്നത്യവും അവൻ്റെ മഹത്വവും എല്ലാം ഊരി വെച്ചിട്ട് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പക്ഷെ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം. അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം.